നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. നെയ്മർ ലോകകപ്പ് കളിക്കണം പറയുന്നത് മറ്റാരുമല്ല, അർജന്റീനയുടെ സൂപ്പർ താരം, ഇതിഹാസ താരം ലിയണൽ മെസ്സി. നമുക്കെല്ലാവർക്കും അറിയാം, നെയ്മറുടെ അടുത്ത സുഹൃത്താണ് മെസ്സി, മെസ്സിയുടെ അടുത്ത സുഹൃത്താണ് നെയ്മർ എന്നും പരസ്പരം അത്രമാത്രം ആദരവും ബഹുമാനവും സ്നേഹവും പ്രകടിപ്പിക്കുന്ന രണ്ട് താരങ്ങളാണെന്ന് അറിയാം. എന്തായാലും മെസ്സി പുതിയൊരു ഇൻ്റർവ്യൂവിലാണ് പറഞ്ഞിരിക്കുന്നത്, നെയ്മർ നിർബന്ധമായും വേൾഡ് കപ്പ് കളിക്കണം, ലോകകപ്പ് കളിക്കണം. നെയ്മർ ഇല്ലാതെ എന്ത് ലോകകപ്പ്? നെയ്മർ ലോകകപ്പ് കളിക്കുന്നത് നല്ല ഫുട്ബോളിനെ ആരാധിക്കുന്ന എല്ലാവർക്കും പ്രധാനപ്പെട്ടതാണ്, ഫുട്ബോളിന് നല്ലതാണ്, ബ്രസീലിന് നല്ലതാണ്. തീർച്ചയായിട്ടും ഏറ്റവും മികച്ച താരങ്ങൾ, ഏറ്റവും മികച്ച കളിക്കാർ ലോകകപ്പ് കളിക്കണം. അതിൽ തീർച്ചയായിട്ടും നെയ്മറുണ്ട്. നെയ്മർ ഇപ്പോൾ നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ്. നെയ്മർ തീർച്ചയായും ലോകകപ്പ് കളിക്കണം, നെയ്മറില്ലാതെ എന്ത് ലോകകപ്പ് എന്നാണ് മെസ്സി പറയുന്നത്. അതുപോലെ തന്നെ ഈ ഇൻ്റർവ്യൂവിൽ മെസ്സി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയുമായുള്ള തൻ്റെ പോരാട്ടങ്ങൾ അല്ലെങ്കിൽ റൈവൽറി എന്നാണ് പറയുന്നത്. അതൊരു സ്പോർട്ടിംഗ് റൈവൽറിയാണ്, നത്തിങ് പേഴ്സണൽ, വ്യക്തിപരമായി ഒന്നുമില്ല. അത് കളിക്കളത്തിനകത്തെ ഒരു റൈവൽറി മാത്രമാണ്, ഒരു പോരാട്ടം മാത്രമാണ്. അതിന് വ്യക്തിപരമായ ശത്രുതയുടെ മാനങ്ങളേ ഇല്ല. ഞങ്ങൾ എപ്പോഴും നല്ല ബന്ധം സൂക്ഷിക്കുന്നവരാണ്. അവാർഡ് സെറിമണികളിലും കളിക്കളത്തിലുമൊക്കെ നല്ല ബന്ധമാണുള്ളത്. പിന്നെ ഞങ്ങൾ രണ്ട് താരങ്ങൾ, ഞാൻ ബാഴ്സലോണയ്ക്കും അദ്ദേഹം റയൽ മാഡ്രിഡിനും വേണ്ടി കളിക്കുമ്പോൾ നിരന്തരം കളിക്കുമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്പോർട്ടിംഗ് റൈവൽറി മാത്രമാണ്. അത് സ്പോർട്ടിംഗ് മാത്രമാണ്, അത് സ്പോർട്സുമായി ബന്ധപ്പെട്ട് മാത്രമാണ്, ഒരിക്കലും പേഴ്സണൽ അല്ല, വ്യക്തിപരമല്ല എന്നുകൂടി മെസ്സി ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം മെസ്സി പറയുന്നത്, അദ്ദേഹം പുതുമുഖ താരങ്ങളിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രതീക്ഷയുള്ളതും ഇഷ്ടപ്പെട്ടതുമായ താരം ലാമിൻ യമാൽ ആണ് എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. യമാലിനെയാണ് വലിയ പ്രതീക്ഷയോടെ താൻ നോക്കിക്കാണുന്നത്. തന്നെ പോലെ യമാലിൻ്റെ കളി കാണുമ്പോൾ തന്നെയാണ് ഓർമ്മ വരുന്നത്, തന്നെ ഓർമ്മിപ്പിക്കുന്ന കളിയാണ്, തന്നെപ്പോലെ തന്നെ കളിക്കുന്ന പുതുമുഖ താരമാണ് ലാമിൻ യമാൽ എന്നുകൂടി മെസ്സി പറയുന്നുണ്ട്. എന്തായാലും മെസ്സി ഈ മൂന്ന് കാര്യങ്ങളും അതിഗംഭീരമായിട്ടുള്ള തൻ്റെ ഇൻ്റർവ്യൂവിൽ ലോകത്തെ മുഴുവൻ ആദരവ് പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് മെസ്സി പറഞ്ഞിട്ടുള്ളത്.